വടകരയും കോഴിക്കോടുമുണ്ടായ കനത്ത തോൽവി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് CPIM. വടകരയിൽ 7-ൽ 6 മണ്ഡലങ്ങളിലും HK ശൈലജ പിന്നിലായി എന്നത് കണ്ണൂരെയും കോഴിക്കോടെയും പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂർ അടക്കം നേരിട്ട കനത്ത തിരിച്ചടിയും CPMനെ പ്രതിരോധത്തിലാക്കുന്നു. വടകരയൊഴികെ 6 അസംബ്ലി മണ്ഡലങ്ങൾ കയ്യിലുണ്ടായിട്ടും ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന അങ്കലാപ്പിലാണ് CPIM. 1000 മുതൽ 2000 വരെ വോട്ടുകൾക്ക് ജയിക്കാമെന്ന് പ്രതീക്ഷ വെച്ചെടുത്ത് 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് തെല്ലൊന്നുമല്ല CPIMനെ ഉലച്ചത്. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ തലശ്ശേരിയും കൂത്തുപറമ്പും LDFന് വ്യക്തമായ മേൽക്കൈ നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തലശ്ശേരിയിൽ മാത്രമാണ് ഭൂരിപക്ഷം നേടാനായത്, അതും 8,630 വോട്ടുകൾക്ക്. കൂത്തുപറമ്പിൽ ഷാഫിക്ക് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയതും CPIM നേതൃത്വത്തെ വെട്ടിലാക്കി. എന്നാൽ പ്രമുഖ CPIM നേതാക്കളുടെ എല്ലാ മണ്ഡലങ്ങളിൽ പിന്നിലായത് പരിഗണിച്ച് ട്രെൻഡ് എതിരായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം. കൊയിലാണ്ടിയിലാണ് LDFന് വലിയ പരാജയമുണ്ടായത്. മണ്ഡലത്തിൽ ഷാഫിക്ക് 77,063 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. സമാന സാഹചര്യമാണ് കോഴിക്കോട് മണ്ഡലത്തിലും. മന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ പോലും എളമരം കരീമിന് വലിയ തിരിച്ചടിയാണുണ്ടായത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുവെന്ന് സോഷ്യൽ മീഡിയ അടക്കമുള്ള പൊതുയിടങ്ങളിൽ അണികൾ തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും നേതൃത്വം അത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തുമോ എന്ന കാര്യം സംശയമാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.